കൊല്ലം കുണ്ടറയിൽ ഭാര്യയെയും മകളെയും വെട്ടിക്കൊന്ന ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ആദ്യ റിപ്പോർട്ട് കൊല്ലം ബ്യൂറോയിൽ നിന്ന്. കുണ്ടറ ഇളമ്പള്ളൂർ സ്വദേശി മധുസൂദനൻ പിള്ള, ഭാര്യ ജയലക്ഷ്മി, 10 വയസ്സുള്ള മകൾ കാർത്തിക എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയലക്ഷ്മിയും കാർത്തികയും കഴുത്തിൽ വെട്ടേറ്റ അവസ്ഥയിലും മധുസൂദനൻ പിള്ളയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ജയലക്ഷ്മിയുടെ ചില സുഹൃത്തുക്കളുമായുള്ള ഇടപെടൽ മധുസൂദനൻ പിള്ളയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വീട്ടിൽ വാക്കുതർക്കങ്ങളുമുണ്ടായി. ഇന്ന് പുലർച്ചെയാകാം സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു. ജയലക്ഷ്മിയെ നെഞ്ചിലും കഴുത്തിലും മൂർച്ചയുള്ള കത്തികൊണ്ട് വെട്ടിവീഴ്ത്തിയ ശേഷം കാർത്തികയെ വലിച്ചിഴച്ച് കഴുത്തിൽ കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. നേരം പുലർന്നിട്ടും വീടിന്റെ വാതിൽ തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സംഭവം ആദ്യം അറിഞ്ഞത്. പിന്നീട് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ശനി ശിംഗനാപൂർ ക്ഷേത്രത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് തടഞ്ഞു. പോലീസ് ഹിന്ദു പ്രസ്ഥാന നടപടിക്കെതിരെ പ്രതിഷേധക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ ശനി ശിംഗനാപൂർ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ നടത്തിയ മാർച്ചാണ് പോലീസ് തടഞ്ഞത്. വൈകിട്ട് 4 മണിയോടെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 400ഓളം സ്ത്രീകൾ ശനി ശിംഗനാപൂരിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാർച്ച് നയിച്ച തൃപ്തി ദേശായി അടക്കമുള്ളവരെ പോലീസും ദേശീയ ഹിന്ദു പ്രസ്ഥാനം പ്രവർത്തകരും ചേർന്ന് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് മാർച്ചിൽ പങ്കെടുത്തവർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. महिलाओं का हक और अधिकार जो मिलना चाहिए उसके लिए रोका जा रहा है। पुलिस धक्का मुक्की कर रही है, बिल्कुल अच्छा नहीं कर रही है। हम वहाँ पे जाके ही रहेंगे। हम करेंगे, हम यही बैठेंगे, यही जिएंगे, यही मरेंगे, दर्शन किए बिना नहीं जाएंगे. തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഭൂമാതാരൻ രാഗിണി ബ്രിഗേഡാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ ഇവിടേക്ക് സ്ത്രീകൾ വന്നാൽ തടയാൻ ദേശീയ ഹിന്ദു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ സ്ത്രീകൾ തമ്പടിച്ചിരുന്നു. ശബരിമലയ്ക്ക് സമാനമായ സാഹചര്യം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ശനി ശിംഗനാപൂർ. ക്ഷേത്രത്തിന്റെ വേലിക്കെട്ട് ചാടിക്കടന്ന് ശ്രീകോവിലിനുള്ളിൽ ആരാധന നടത്താനായിരുന്നു പ്രതിഷേധക്കാരുടെ പദ്ധതി. മഹാരാഷ്ട്രയിലെ വിവിധ സംഘടനകളുടെ പിന്തുണയും ഭൂമാതാരൻ രാഗിണി ബ്രിഗേഡിനുണ്ട്. ന്യൂസ് ഡെസ്ക്. നൂറ്റാണ്ടുകളായി തങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ആചാരത്തിനെതിരെ സ്ത്രീകൾ പോരാട്ടത്തിനിറങ്ങുമ്പോൾ മറുവശത്ത് പ്രതിഷേധം തീർക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. ക്ഷേത്രത്തിൽ സ്ത്രീകളോടുള്ള വിവേചനം പാടില്ലെന്നാണ് നിലപാടെന്നും അത്തരത്തിലെ എന്തു നീക്കവും ചെറുത്ത് തോൽപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഭൂമധരൻ രാഗിണി ബ്രിഗേഡ് എന്ന വനിതാ സംഘടനയുടെ നേതാവ് തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലാണ് ശനി ശിവങ്കനാപുരിയിലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് വനിതകൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതിനെതിരെ രംഗത്തുള്ളതാകട്ടെ ദേശീയ ഹിന്ദു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായ സ്ത്രീകളും. മോഷ്ടാക്കളെ പേടിക്കേണ്ടാത്തതിനാൽ വീടുകൾക്ക് വാതിലുകൾ സ്ഥാപിക്കാതെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഗ്രാമമാണ് സ്ത്രീകൾ തമ്മിലുള്ള പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമാകുന്നതും. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലാണ് ശനി ശിംഗനാപൂർ. ചെറിയൊരു ഇരുമ്പുവേലിക്കുള്ളിലാണ് ആരാധനയും പൂജയും നടക്കുന്നത്. ഒരു സാഹചര്യത്തിലും ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നൽകില്ലെന്ന് തന്നെയാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെയും നിലപാട്. 15 വർഷം മുമ്പ് നരേന്ദ്ര ദാബോൽക്കറുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിൽ തീർപ്പായിരുന്നില്ല. അതേസമയം കഴിഞ്ഞ കുറെ കാലമായി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരികയായിരുന്നു. അതിനിടയിലാണ് തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സംഘടന രംഗത്തെത്തിയതും വ്യാപകമായ പിന്തുണ തേടിയതും. ക്ഷേത്രത്തിൽ സ്ത്രീകളോടുള്ള വിവേചനം പാടില്ലെന്നാണ് നിലപാടെന്നും അത്തരത്തിലുള്ള എല്ലാ നീക്കവും ചെറുത്ത് തോൽപ്പിക്കുമെന്നുമാണ് തൃപ്തി ദേശായിയുടെ നിലപാട്. പ്രതിഷേധക്കാരായ 400 സ്ത്രീകൾക്കെതിരെ ഹിന്ദു പ്രസ്ഥാനം 2000ഓളം സ്ത്രീകളെ അണിനിരത്തിയാണ് മാർച്ചിനെ തടഞ്ഞത്. മുംബൈയിൽ നിന്ന് 265 കിലോമീറ്റർ അകലെയാണ് ശനി ശിംഗനാപൂർ.
ന്യൂസ് ഡെസ്ക്. രോഹിത് വെമുല പട്ടികജാതി വിഭാഗമായ മാല സമുദായ അംഗമെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. 2015 ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ രേഖയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. ഇതോടെ രോഹിത് ദളിതനല്ലെന്ന റിപ്പോർട്ട് നൽകി കേന്ദ്രമന്ത്രിമാരെയും VCയെയും രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് നീക്കമാണ് പുറത്താകുന്നത്. രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞ ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത്. രോഹിത് മാലാ സമുദായക്കാരനാണെന്നും ആ സമുദായം പട്ടികജാതിയിൽ പെടുന്നതാണെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. രോഹിത് മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വധേര ജാതിക്കാരനാണെന്ന് ഗുണ്ടൂർ പോലീസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത്. രോഹിത് പട്ടിക വിഭാഗക്കാരനാണെങ്കിൽ രോഹിതിന്റെ മരണം മുൻനിർത്തി ഗച്ചിബൗലി പോലീസ് എടുത്ത കേസിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പാറാബു എന്നിവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് രോഹിതിന്റെ സ്വദേശമായ ഗുണ്ടൂരിലെ പോലീസ് വിവാദ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിതിന് നീതി തേടി ഒരാഴ്ചയായി ക്യാമ്പസ് ബന്ദ് നടത്തുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോലീസ് നടപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രോഹിതിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രോഹിതിന്റെ സഹപാഠികളുടെ നിലപാട് പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഗുണ്ടൂർ പോലീസിന്റെ ക്രൂരമായ ദലിത് വിരുദ്ധ റിപ്പോർട്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് NP ചന്ദ്രശേഖരൻ. സോളാർ കമ്മീഷനെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. സരിതയുമായുള്ള ദില്ലി കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് തെറ്റിദ്ധരിപ്പിക്കൽ നടന്നത്. അവകാശ ലംഘന നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന തെറ്റായ മൊഴിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെറ്റായ മറുപടി നൽകിയത്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് 2012 ഡിസംബർ 27 മുഖ്യമന്ത്രി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്യു ടി തോമസ് MLA നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി തെറ്റായ വിവരമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഡിസംബർ 27 താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബർ 29 ദേശീയ വികസന സമിതി യോഗത്തിനായാണ് താൻ വിജ്ഞാൻ ഭവനിൽ എത്തിയതെന്നുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഈ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ വികസന സമിതി യോഗം ഡിസംബർ 29 തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം 2015 ഏപ്രിൽ 1 വി ശിവൻകുട്ടി MLA നിയമസഭയിൽ അവകാശലംഘന നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ താങ്കൾക്കെതിരെ ആരെങ്കിലും ഈ വിഷയത്തിൽ അവകാശലംഘന നോട്ടീസ് നൽകിയിരുന്നോ എന്ന് അഭിഭാഷകൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വി ശിവൻകുട്ടി MLA അവകാശലംഘന നോട്ടീസ് നൽകിയ വിവരം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി കമ്മീഷനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴി നൽകിയത്. ചുരുക്കത്തിൽ വിജ്ഞാൻ ഭവനിലെത്തിയത് സംബന്ധിച്ച് ആദ്യം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളാർ കമ്മീഷനെയും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്യോഗത്തിന്റെ ഒരു നീണ്ട പകലും നാടകീയതയുടെ പകുതി രാത്രിയും കൊണ്ടാണ് സോളാർ കമ്മീഷൻ മുഖ്യമന്ത്രിയെ വിസ്തരിച്ചു തീർത്തത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഔദ്യോഗിക പദവി വഹിക്കവേ ഒരു മുഖ്യമന്ത്രിയും കമ്മീഷൻ മുമ്പാകെ വിസ്തരിക്കപ്പെട്ടിട്ടില്ല. നാടകീയതയും ഒപ്പം രസകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങളും ചേർന്നതായിരുന്നു സോളാർ കമ്മീഷന്റെ ഇന്നലത്തെ സിറ്റിംഗ്. 14 മണിക്കൂറും 15 മിനിറ്റും നീണ്ട മാരത്തോൺ വിസ്താരം. സോളാർ തട്ടിപ്പന്വേഷിക്കുന്ന ജസ്റ്റിസ് ശിവരാജൻ മുതൽ പ്രതിപട്ടികയിലും ഹർജി പട്ടികയിലും ഉൾപ്പെട്ട 9ഓളം അഭിഭാഷകരുടെ മുള്ളും മുനയും വെച്ച ചോദ്യങ്ങൾ. 6 പതിറ്റാണ്ടിലേറെ നീണ്ട തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിക്ക് ഇത്തരമൊരനുഭവം ഇതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. രാവിലെ 10:40 തന്നെ സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്ന തൈക്കാട്ട ഗസ്റ്റ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ തൻ്റെ പതിവ് പുഞ്ചിരിയുമായി കോർട്ട് റൂമിലേക്ക്. കമ്മീഷന്റെ വരവിനായി കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് കാണാൻ പോകുന്ന പൂരത്തിൻ്റെ നേരിയ അങ്കലാപ്പ് മിന്നിമാഞ്ഞു. കോർട്ട് റൂമിലേക്ക് കമ്മീഷൻ കടന്നു വന്നപ്പോൾ എണീറ്റ് നിന്ന് തൊഴുതു. ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും അടങ്ങിയിരുന്നിട്ടില്ലാത്ത മുഖ്യമന്ത്രി പിന്നെ മരക്കസേരയിൽ തളച്ചിടപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2012 ജൂലൈ 10 ടീം സോളാർ നൽകിയ ചെക്കിന് തൊട്ട് മുമ്പത്തെ ദിവസം കൈപ്പറ്റ് രസീത് നൽകിയത് എങ്ങനെയെന്ന ചോദ്യം മുഖ്യമന്ത്രിയെ കുരുക്കി. മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ലെന്ന കമ്മീഷന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി നിരാശനായി. മുഖ്യമന്ത്രിയും ജോപ്പനും ചെയ്തത് ഒരേ കുറ്റമെങ്കിൽ എന്തുകൊണ്ട് ജോപ്പനൊപ്പം മുഖ്യമന്ത്രിയും പ്രതി ചേർക്കപ്പെട്ടില്ലെന്ന് പഴയ വിശ്വസ്തൻ ജോപ്പന്റെ അഭിഭാഷകന്റെ ചോദ്യം മുഖ്യമന്ത്രിയെ നന്നേ ബുദ്ധിമുട്ടിച്ചു. പഴയ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണ പകരം ആഭ്യന്തരമന്ത്രി ബിജു രാധാകൃഷ്ണൻ എന്ന് ജസ്റ്റിസ് ശിവരാജൻ തെറ്റി ഉച്ചരിച്ചത് ഹാളിൽ കൂട്ടച്ചിരി പടർത്തി. സലീം രാജിന്റെ ഫോൺ കോൾ രേഖകൾ ശേഖരിക്കുന്നതിനെതിരെ AG ഹൈക്കോടതിയിൽ നിലപാടെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും പതിവ് ഉമ്മൻചാണ്ടി ശൈലി കണ്ടില്ല.
ദൃശ്യങ്ങൾ തെളിവായുള്ള കാര്യം അറിയാമോ എന്ന ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് സാധനം ഇപ്പോൾ കയ്യിലില്ലല്ലോ എന്ന കമ്മീഷന്റെ പരാമർശം വീണ്ടും ഹാളിൽ ചിരിപടർത്തി. ബിജുവിനൊപ്പം നുണപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്ന അഭിഭാഷകന്റെ ചോദ്യത്തിന് തയ്യാറല്ല എന്ന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീണ്ട തെളിവെടുപ്പിന് ശേഷം പുറത്തെത്തിയ ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രതികരിച്ചു. ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ അവിടെ വയനാട്ടിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷിയായിട്ട് 8 മണിക്കൂർ നേരം ഉള്ള വിസ്താരം ഉണ്ടായി. അപ്പം എനിക്കിതൊക്കെ നല്ല പരിചയമാണ്. കമ്മീഷന്റെ സിറ്റിംഗ് നടന്ന ക്ലോക്കിലെ ടൈം 1:15. പുലർച്ചെ 1:15 വരെ നീണ്ടുനിന്ന മൊഴിയെടുക്കൽ ചടങ്ങുകളാണ് ഇവിടെ നടന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ കമ്മീഷൻ്റെ സിറ്റിംഗ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നതും. ഇത് കേരളത്തിൽ ഒരിക്കലും മുമ്പുണ്ടായിട്ടില്ലാത്തതുമാണ്. ക്യാമറമാൻ RK കുമാറിനും അജിത്തിനും നജീബിനും ബിച്ചു പൂവച്ചലിനുമൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. കെ ബാബുവിന്റെ രാജി സ്വീകരിക്കുന്നത് വൈകുന്നു. വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിട്ടും രാജി സ്വീകരിച്ചിട്ടില്ല. നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം രാജിയെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ്. ബാബുവിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനു ശേഷവും രാജി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ AC ജോസിന്റെ സംസ്കാര ചടങ്ങിന് മടങ്ങിയ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തില്ല. രാജി സ്വീകരിക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകില്ലെന്ന് ഇതോടെ ഉറപ്പായി. നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാനിടയുള്ളൂ. അതേസമയം രാജി വൈകിപ്പിക്കുന്നതിൽ KPCC അധ്യക്ഷൻ VM സുധീരനെ അനുകൂലിക്കുന്നവരിലും I ഗ്രൂപ്പിലും എതിർപ്പുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. വിജിലൻസ് കോടതി ഉത്തരവ് വന്നയുടൻ സുധീരനും ചെന്നിത്തലയും എടുത്ത നിലപാടിൽ A ഗ്രൂപ്പിലും അമർഷം ശക്തമാണ്. രാജി സ്വീകരിക്കുന്നത് വൈകിപ്പിക്കുന്നതിലൂടെ A ഗ്രൂപ്പ് താൽപ്പര്യമാണ് പ്രകടമാകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ അനുകൂല പരാമർശം ഉണ്ടാകുകയാണെങ്കിൽ രാജി തീരുമാനം പുനഃപരിശോധിക്കുന്ന കാര്യത്തിലും ഗ്രൂപ്പിൽ ധാരണയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃക്കാക്കര പാലച്ചൂടിൽ നാട്ടുകാർക്കെതിരെ പോലീസ് അതിക്രമം. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു SIയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം അതിക്രമം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ നാട്ടുകാർക്കെതിരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃക്കാക്കര സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റിൻ്റെ പരിപാടിക്ക് വന്നതാണ്. ഇപ്പം നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായി. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് പെട്ടെന്ന് നിർത്തി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ വടി ലാത്തിയും ഇതൊക്കെ ആയിട്ട് എല്ലാത്തിനും ഓടിക്കണേ. അപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴത്തേക്കും പറഞ്ഞ് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇവിടെ ഇതിനായിട്ട് വന്നാണ്, എന്തിനാ പോകേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് കുറേ തെറിയൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ തന്നെ എന്നെ ലാത്തിക്ക് അടിച്ച് ഞാൻ നേരെ നിലത്തേക്ക് വീണു. അപ്പോൾ ചെരുപ്പ് പൊട്ടി. ചെരുപ്പ് എടുക്കാനായിട്ട് കുഞ്ഞപ്പോഴത്തേക്കും കാണയിൽ ചെരുപ്പ് വീണ്. അത് എടുക്കാനായിട്ട് കുഞ്ഞപ്പോഴത്തേക്കും തള്ളി നേരെ കാണയിലേക്ക് ഇട്ട് എൻ്റെ കയ്യിലിട്ട് അടിച്ച് പോലീസുകാർ, നടുവിലിട്ട് പുറത്തിട്ടൊക്കെ അടിച്ച് ഓടിച്ചിട്ടാണ് അടിച്ചത്. SI വിപിൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ കളമശ്ശേരിയിലെ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി നേരിടുകയായിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPIM-ഉം DYFIയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്കൂളുകളും കോളേജും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽക്കുന്ന സംഘത്തിലെ 3 പേർ കോഴിക്കോട് പിടിയിലായി. തൊട്ടിൽപ്പാലം പോലീസാണ് സംഘത്തെ പിടികൂടിയത്. മേഘമാധവന്റെ റിപ്പോർട്ട്. കുറ്റ്യാടി, കായക്കൊടി, തൊട്ടിൽപ്പാലം ഭാഗങ്ങളിൽ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽക്കുന്ന 3 അംഗ സംഘമാണ് പിടിയിലായത്. കുറ്റ്യാടി ചുരത്തിൽ 10-ാം വളവിൽ വെച്ചാണ് സംഭവം. 6 കിലോ കഞ്ചാവുമായി തൊട്ടിൽപ്പാലം പൊയിലോംചിൽ സ്വദേശിയായ ജിസ്മോൻ എന്ന റോജസ്, ചാപ്പൻതോട്ടം സ്വദേശി ഷോബിൻ പോൾ, കരിങ്ങാട്ട് സ്വദേശി ഗോകുൽ KR എന്നിവരാണ് പിടിയിലായത്. ഇവർ പരസ്പരം കഞ്ചാവ് കൈമാറുമ്പോഴായിരുന്നു പിടിയിലായത്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കഞ്ചാവിന്റെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചുവരുന്നതായുള്ള വിവരത്തെ തുടർന്ന് തൊട്ടിൽപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ ജിജീഷ് PK നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് പിടികൂടുന്നത്. ജിസ്മോൻ എന്ന റോജസ് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന കണ്ണികളിൽ ഒന്നാണെന്നും കൂടുതൽ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതായും SI പറഞ്ഞു. ഇതിൽ പ്രധാന കണ്ണി എന്ന് നമ്മൾ സംശയിക്കുന്ന ആളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. റോജസ് ജിസ്മോൻ എന്ന് പേരുള്ള റോജസ് എന്ന ആശ്വാസി ഭാഗത്തുള്ള ഒരാളെ, പിന്നെ അവരുടെ കൂടെ 2 പേരെയും പിടിച്ചിട്ടുണ്ട്. പക്രന്തളം 10-ാം വളവിന് സമീപത്ത്
വലിയ ക്വാണ്ടിറ്റി കഞ്ചാവുമായിട്ട് ഇവർ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയും ചെന്ന് പിടികൂടുകയുണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികളെ കോടതിയും ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരായ അമ്മമാരും കുട്ടികളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിഷേധ കാഴ്ച. നൽകിയ ഉറപ്പുകളും വാക്കും പാലിക്കാത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ അമ്മമാരും കുഞ്ഞുങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ വാക്കു പാലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന് എൻഡോസൾഫാൻ ദുരിതബാധിതരോട് യാതൊരു താൽപ്പര്യവുമില്ല. മറ്റു കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെന്നും പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന സ്ഥിതിയാണല്ലോ ഇപ്പോഴുള്ളത്. എൻഡോസൾഫാൻ പീഡിതരെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരിതബാധിതർക്കായി താൻ എന്തൊക്കെ ചെയ്തുവെന്നത് ജനങ്ങൾക്കറിയാമെന്നും VS വ്യക്തമാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2010 ഡിസംബറിൽ ശുപാർശ ചെയ്ത അടിയന്തര സഹായം എത്രയും പെട്ടെന്ന് നൽകുക, പുനരധിവാസം ശാസ്ത്രീയമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ദുരിതബാധിതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങളെ ഇനിയും അവഗണിച്ചാൽ മരണം വരെ സമരം ചെയ്യുമെന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർ വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതി നിയമനം നടത്താനുള്ള നീക്കത്തിനെതിരെ മലബാർ സിമന്റ്സ് കരാർ തൊഴിലാളികൾ ആരംഭിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരം ശക്തമാവുകയാണ്. ദേശീയപാത ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് സമരസമിതി. താൽക്കാലിക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് മലബാർ സിമന്റ്സ് ലേബേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടക്കുന്നത്. 38 ദിവസമായി വാളയാർ കമ്പനി പടിക്കൽ തുടരുന്ന സമരം കണ്ടില്ലെന്ന നിലപാടിലാണ് മലബാർ സിമന്റ്സ് മാനേജ്മെന്റും സർക്കാരും. 30 വർഷമായി കമ്പനിയിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കി പുതിയ നിയമനം നടത്താനായി മസ്ദൂർ, ഖലാസി തസ്തികകളിലേക്ക് എഴുത്തുപരീക്ഷ നടത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മുന്നോടിയായാണ് സമരം തുടങ്ങിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ലേബേഴ്സ് യൂണിയൻ പ്രസിഡന്റ് തങ്കച്ചൻ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഗവൺമെന്റിന്റെ ആരും ഞങ്ങളെ സമീപിക്കുകയോ ക്ഷണിക്കുകയോ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മുൻ LDF സർക്കാർ 124 കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിയിരുന്നു. ബാക്കിയുള്ളവരെ ലേബർ പൂളിലേക്ക് എടുത്തുകൊണ്ട് കരാറും ഒപ്പിട്ടു. എന്നാൽ UDF സർക്കാർ കരാർ അട്ടിമറിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. AK ലതീഷ്, പാലക്കാട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചു. വയനാട്ടിൽ 3 വനം ഡിവിഷനുകളിലേക്ക് കഴിഞ്ഞ വർഷം അനുവദിച്ചതിനേക്കാൾ 50%-ലേറെയാണ് വെട്ടിക്കുറച്ചത്. നോർത്ത് വയനാട് വനം ഡിവിഷന് 2014-2015 99,53,000 രൂപ അനുവദിച്ചിരുന്നു. 2015-2016 35,15,000 രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. 50%-ലേറെ തുകയുടെ കുറവുണ്ട്. ഫയർലൈൻ നിർമ്മാണം, വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വാച്ചർമാരുടെ നിയമനം തുടങ്ങിയവയാണ് സംസ്ഥാന സർക്കാർ ഫണ്ടിലൂടെ നടപ്പാക്കുന്നത്. സൗത്ത് വയനാട് വനം ഡിവിഷന് കഴിഞ്ഞ തവണ 85,93,000 രൂപ അനുവദിച്ചിരുന്നു. ഇത്തവണ 55,89,000 രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന് കഴിഞ്ഞ പ്രാവശ്യം 70 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇത്തവണ അത് 50 ലക്ഷം രൂപ മാത്രമാണ്. ജനുവരിയിൽ തന്നെ ഫയർലൈൻ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിലെ ഫണ്ട് കൊണ്ട് ഇത് പൂർത്തീകരിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. മറ്റു പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തത വെല്ലുവിളിയാകും. പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുമോ എന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു. വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളെ ഫണ്ടിന്റെ കുറവ് ഇത്തവണ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വേനലിന്റെ കാഠിന്യം ജനുവരിയിൽ തന്നെ കൂടി വരികയാണ്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഫണ്ട് വലിയ തോതിൽ വെട്ടിക്കുറച്ചത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ ബീച്ച് വാർഡിൽ വൈശാഖ് എന്ന 21-കാരൻ്റെ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം ജീവന്റെ തുടുപ്പുകൾ 6 പേർക്ക് കൈമാറിയാണ് വിശാഖ് യാത്രയായത്. റിപ്പോർട്ടുമായി ഇന്നിവിടെ പറയുന്നു. നമസ്കാരം. 4 പേർക്ക് ജീവനും 2 പേർക്ക് വെളിച്ചവും നൽകിയാണ് ആലപ്പുഴ ബീച്ച് വാർഡിൽ വൈശാഖ് എന്ന 21-കാരൻ യാത്ര പറഞ്ഞത്. 19-ന് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഈ യുവാവിൻ്റെ ആഗ്രഹമായിരുന്നു അവയവദാനം. നിർധന മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഏക പ്രതീക്ഷയായിരുന്നു ബിരുദധാരിയായ ഈ യുവാവ്.
15 വർഷം മുൻപ് അച്ഛൻ മരിച്ച ഈ കുടുംബത്തെ അമ്മ കൂലിവേല ചെയ്താണ് സംരക്ഷിച്ചിരുന്നത്. ബിരുദ പഠനം പൂർത്തിയാക്കിയ വൈശാഖ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് വിധി ഈ കുടുംബത്തെ വീണ്ടും തളർത്തിയത്. ഉയർന്ന ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 പേർക്കൊരു പുതുജീവൻ നൽകി ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ, കടലോര മേഖലയിൽ ആദ്യ സംഭവമായിട്ടാണ്, അതിന് അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കുടുംബത്തെ ഇനിയും ഈ കുടുംബത്തെ ഇവിടുന്ന് കരകയറ്റേണ്ട ഉത്തരവാദിത്വം പോലും ഉണ്ട്. അതിനുള്ള എല്ലാ സഹായവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഏക സഹോദരി ഹരിത ബിരുദ പഠനം പൂർത്തിയാക്കി ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖം മകനിലൂടെ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്ന ഈ അമ്മയുടെ ആഗ്രഹമാണ് വിധി തട്ടിയെടുത്തത്. തൻ്റെ ഏക മകൻ്റെ വേർപാടിൻ്റെ വേദനയറിഞ്ഞ ഈ അമ്മ മറ്റ് അമ്മമാർക്ക് കൂടി ഈ നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹമാണ് മകനിലൂടെ സാക്ഷാത്കരിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.